പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ പാദാന്തിക്ക് അടുത്ത് വരുവാൻ കർത്താവ് കൃപയൊരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമുക്ക് അനുഗ്രഹീതനായ ഒരു കർത്തദാസനെയാണ് ലഭിച്ചിരിക്കുന്നത്. പാസ്റ്റർ ഗിരീഷ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ദൂരത്തും ചാരത്തുമായിട്ടിരുന്ന് നമ്മെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗിരീഷിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ഗിരീഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന ഒരു പ്രദേശത്താണ് താമസിക്കുകയും ഇപ്പൊ അവിടെയാണ് ജനിച്ചു വളർന്ന പ്രദേശം. അവിടെ കേന്ദ്രീകരിച്ചായിട്ട് ഇപ്പൊ ഒരു ചെറിയ പുതിയ വേല ആരംഭിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഏത് ചർച്ചിനോടുള്ള ബന്ധത്തിലാണ്? ഞാനിപ്പോ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. പുതിയ പ്രവർത്തനമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫ്, 2 മക്കൾ, 2 പെൺകുട്ടികൾ. വൈഫിന്റെ പേര് മിനി എന്നാണ്, തിരുവല്ല സ്വദേശിയാണ്. പിന്നെ മൂത്ത മകളുടെ പേര് പ്രത്യാശ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ മകള് അനുഗ്രഹ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ ദാസനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. കർത്താവിന്റെ മഹത്വമാർന്ന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കുടുംബമായിട്ട് നിങ്ങളെയും ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എവിടൊക്കെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു ആ സ്ഥലങ്ങളിലൊക്കെയും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആകിയാല് കർത്താവിന്റെ ദാസനെ ദൈവം വിളിച്ച് വേർതിരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാല് നമ്മുടെ പ്രേക്ഷകരോട് ഇന്ന് ഈ സമയകാലത്തെങ്കിൽ കർത്തദാസന് തന്റെ ജീവിത അനുഭവങ്ങൾ ധാരാളമായിട്ട് പങ്കുവെക്കുവാൻ കാണുമല്ലോ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർത്തദാസന് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. എങ്ങനെയാണ് കർത്തദാസൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറയുന്നതിന് മുൻപായിട്ട് തന്റെ ബാല്യകാലത്തിലെ സ്മരണകളെ ആ ലെവലിൽ നോർത്തെടുത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കിട്ടിട്ട് എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ കാരണം, പിന്നീട് കർത്താവ് നടത്തിയ വിധങ്ങൾ ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ സമയമുണ്ട്. അതിനായിട്ട് കർത്തദാസന് സമയം വേർതിരിക്കുന്നു. ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ വീട് അമ്പലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. സ്വോത്രം. അവിടുത്തെ ഒരു ഹൈന്ദവ പാരമ്പര്യമുള്ള, അതായത് വെച്ചാരാധനകൾ, കാവുകൾ, സർപ്പക്കാവുകൾ, ക്ഷേത്രങ്ങൾ ഒക്കെ ഉള്ള ഒരു പാരമ്പര്യമായിട്ട് ഹൈന്ദവ വിശ്വാസം നിൽക്കുന്ന ഹൈന്ദവ വെച്ചാരാധനകളുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വൈഫും ഞാനും ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. ആ കുടുംബത്തിലാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പൊ ഞാൻ ബാല്യം മുതൽ തന്നെ ഇങ്ങനെ ഒരു ചുറ്റുപാടിലാണ് വളർന്നു വന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിച്ചും പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന് പരിസരത്ത് അങ്ങനെ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ജാതീയ വിശ്വാസികൾ പോലും ഇന്നും അപൂർവമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അവിടെ വെച്ച് ഞാൻ സ്കൂളിലൊക്കെ ഇവിടെ ഇതൊരു തീരദേശ മേഖലയാണ്. ഇവിടുത്തെ ഒരു സർക്കാർ സ്കൂളിൽ വെച്ച് പഠിച്ച് ഞാൻ 10ാം ക്ലാസ്, അതിനുശേഷം ഡിഗ്രി വരെ ഇവിടെ ഒരു കോളേജിൽ പഠിക്കുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഡിഗ്രിക്ക് ശേഷം ഞാൻ സ്വാഭാവികമായിട്ട് ഗൾഫിലേക്ക് ഒരു ജോലി തേടി വിദേശത്തേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഞാൻ ഗൾഫില് കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് 2001 കടന്നുപോയി. അവിടെ നിന്നും ഞാൻ 2006 കുവൈറ്റിൽ നിന്നും ഞാൻ ദേശത്തേക്ക് മടങ്ങി വന്ന് ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വിവാഹമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ മടങ്ങിപ്പോയി. ഉടൻ തന്നെ ഒരു വിസയിൽ എൻ്റെ വൈഫിനെ കൂടി ഞാൻ ആയിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അപ്പം ഞങ്ങൾ അവിടെ സ്വാഭാവികമായിട്ട് ഇതുവരെയുള്ള കാലയളവിൽ ഞങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾ പിന്തുടർന്ന് വന്നിരുന്നത്. എന്നാൽ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ കുവൈറ്റിന്റെ പ്രദേശത്ത് വെച്ച് എൻ്റെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്.
അതായത് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന കമ്പനിയുമായിട്ട് അല്പമായ ചില പ്രയാസങ്ങൾ കടന്നു വരികയും അവര് എന്റെ വിസ ക്യാൻസൽ ചെയ്യുകയും എന്നോട് ദേശത്തേക്ക് മടങ്ങി പോകണമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അന്ന് വൈഫ് ഗർഭിണിയായിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ വൈഫിന് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. രണ്ടുപേർക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും ഞങ്ങളുടെ കയ്യിൽ അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനെ ആ ദേശത്ത് ആക്കി വെച്ചിട്ട് ഞാൻ ഈ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വന്ന സമയത്ത് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പുതിയ വിസയിൽ ആ ദേശത്തേക്ക് മടങ്ങിപ്പോകാം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വിസയ്ക്ക് ആവശ്യമായ പണം ഞാൻ ഇവിടെ നാട്ടിൽ നിന്നും പലരിൽ നിന്നും കടം വാങ്ങിച്ച് അത് ഞാൻ വൈഫിന്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി. ആ ദേശത്ത് പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നത് കുറച്ചു കാലത്തേക്ക് അവിടുത്തെ ഗവൺമെന്റ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ പ്രഗ്നന്റ് ആയ വൈഫ് അവിടെ കുവൈറ്റിലുമാണ്, ഞാൻ ദേശത്തുമാണ്. അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ നമ്മുടെ വിശ്വാസവും രീതികളും അനുസരിച്ചുകൊണ്ട് കേരളം, തമിഴ്നാട്, കർണാടക ഈ സ്ഥലങ്ങളിലെ അറിയപ്പെടുന്ന മന്ത്രവാദികളുടെ അടുത്തും ഒരുപാട് ക്ഷേത്രങ്ങളിലും ഞാനും കുടുംബവും ഒക്കെ യാത്ര ചെയ്തു. പല മന്ത്രവാദികളും പലതരത്തിലുള്ള വഴിപാടുകൾ, പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും പല വഴിപാടുകൾ നടത്തുവാനും ഹിന്ദു മുസ്ലിം ദേവാലയങ്ങളിൽ പലയിടത്തും പോയി ഒരുപാട് വഴിപാടുകൾ ഞങ്ങൾ നടത്തി. ഒത്തിരി പൈസ അതിനുവേണ്ടി ചെലവഴിച്ചെങ്കിലും ഇതിനോടൊപ്പം തന്നെ ബുദ്ധിപരമായ ഒരു ഉപദേശം ചില ജ്യോത്സ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ ധനം നഷ്ടമായി പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, താൽക്കാലികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി പോവുക. അതിനുശേഷം ആ കുവൈറ്റിന്റെ പ്രദേശത്ത് വിസ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ആളുകളുടെ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ മടങ്ങി വരിക. മടങ്ങി വന്ന് വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഈ വഴിപാടുകൾ നിങ്ങൾ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ദൈവം എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവം പറഞ്ഞ എന്നത് ഒരു സത്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് പെട്ടെന്ന് വൈഫിന് BP കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വൈഫ് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് കുവൈറ്റ് സഭ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നു. അവിടെ വെച്ച് അവർ വളരെ ഫിസിക്കലി വീക്കായ ഒരു കണ്ടീഷനായിരുന്നു, വളരെ ഡേഞ്ചർ ആയ ഒരു കണ്ടീഷനായിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു വൈഫിനെ കൊണ്ടുപോയത്. ആ ടാക്സി ഡ്രൈവർ അവിടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവിടെ വെച്ച് എമർജൻസി സിസേറിയൻ നടത്തി. അപ്പോൾ ട്വിൻസ് ആയിരുന്നു, 2 കുട്ടികൾ ഉണ്ടായിരുന്നു ഉള്ളില്. ഒരു കുട്ടി മരണപ്പെട്ട അവസ്ഥയിലും മറ്റേ കുട്ടി ഇൻഫെക്ഷൻ ആയ അവസ്ഥയിലുമാണ് ഡെലിവറി നടന്നത്. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ആ ടാക്സി ഡ്രൈവർ ആ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചു, എന്നെ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്നതാണ് സാഹചര്യം, ഡെലിവറി കഴിഞ്ഞു, ഒരു കുട്ടി മരിച്ചു. അതിനുശേഷം ഞാൻ വൈഫുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു കുട്ടിയെ രക്ഷപ്പെട്ട് കിട്ടിയ ഒരു കുട്ടി വെന്റിലേറ്ററിന്റെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനുശേഷം വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് സ്പോൺസർ ചെന്നാൽ മാത്രമേ ഡിസ്ചാർജ് നടക്കത്തുള്ളായിരുന്നു. അന്ന് പരിചയമുള്ള വൈഫിന്റെ സ്പോൺസറെ ഞാൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ കടന്നുപോയി വൈഫിനെ ഡിസ്ചാർജ് ചെയ്യിച്ചു. ഇപ്പൊ വൈഫ് വീട്ടിൽ, ഞാൻ ദേശത്തും കേരളത്തിലും, കുഞ്ഞ് വെന്റിലേറ്ററിലും ആണ്. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫ് എല്ലാ ദിവസവും ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ കുവൈറ്റ് സഭ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരി, തിരുവല്ല സ്വദേശിയായ ഒരു തിറ്റി എന്ന് പറയുന്ന ഒരു സഹോദരി എൻ്റെ വൈഫിനോട് സുവിശേഷം പറയുകയും, നിങ്ങൾ ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വരികയാണെങ്കിൽ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു, വൈഫിനോട് പറയുകയും ചെയ്തു. അപ്പോൾ വൈഫ് എന്നെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സഹോദരി സംസാരിക്കുന്നു, അവരുടെ സഭയിലേക്ക് കടന്നു എന്നാൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഏകദേശം മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്, ഒരു കച്ചിത്തുരുമ്പ് എന്ന പോലെ നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക എന്ന് വൈഫിനോട് പറഞ്ഞു. അങ്ങനെ ആ സഭയിലേക്ക് കടന്നു ചെന്നു. ആ സഭയിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ആ സഭ ഒന്നടങ്കം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു.
അപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയത്. അന്ന് തൊട്ടാണ് ദൈവത്തിന് സ്തോത്രം മനുഷ്യരാൽ അസാധ്യമായത് ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്ന് എന്റെ വിശ്വാസങ്ങൾ എന്നെ സഹായിക്കാതിരുന്ന ഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിലെ ഒരു ദൈവം ഇറങ്ങി വന്ന് എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും ആരംഭിച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ട് വെന്റിലേറ്ററിന്റെ അവസ്ഥയിലായിരുന്ന എന്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അവിടെ നിന്ന് ആ കുഞ്ഞ് റൂമിലേക്ക് വൈഫിന്റെ കൂടെ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ മറ്റു ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്തിരുന്ന ഒരു വിസ ആ വ്യക്തി കടന്നു വന്നില്ല. അതുമൂലം ആ വ്യക്തി കടന്നു വരായിരുന്ന ആ വിസ എന്റെ പേരിലേക്ക് മാറ്റി ഇഷ്യൂ ചെയ്യിച്ച് എനിക്ക് ആ ദേശത്തേക്ക് മടങ്ങി ചെല്ലുവാനുള്ള ഒരു സാഹചര്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നു. ദൈവ കൃപയാൽ ഞങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം 1 മാസത്തിന് അന്ന് ആ സഹോദരി എന്റെ വൈഫ് ആ സഭയിലേക്ക് കടന്നുപോയി. ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഞങ്ങളുടെ ഈ വിഷയം പറഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനും വൈഫും കുഞ്ഞുമായിട്ട് ആ സഭയിൽ കടന്നു ചെന്ന് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ അന്ന് ആ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന വർഗീസ് മാത്യു എന്ന് പറയുന്ന പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണ് ഒരു അന്ധകാരത്തിലും ഈ വിഗ്രഹാരാധനയുടെ പിടിയിലും കിടന്നിരുന്ന ഒരു പാപിയായിരുന്ന ഒരു മനുഷ്യനായിരുന്ന എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും, എനിക്കും എന്റെ കുടുംബത്തിനും കടന്നു വരുവാനായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കി തന്നത്. ഇങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ആദ്യമായിട്ട് രുചിച്ചറിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവകൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച അന്ന് തൊട്ട് ഞങ്ങൾ അറിഞ്ഞ വിശ്വാസത്തിൽ ജീവിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കുവൈറ്റിന്റെ ദേശത്തായിരുന്നു. ആ ദേശത്തായിരുന്നത് കൊണ്ട് അത്ര ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് പ്രതികൂലങ്ങൾ ആ കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു. ആരും നമ്മളോട് നിങ്ങൾ എവിടെ പോകുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി പള്ളിയിൽ പോകുന്നു എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം അവിടെ ആരും അങ്ങനെയുള്ള എതിർപ്പുകളോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ആ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ അവിടുത്തെ ആ സഭയിൽ കടന്നു പോവുകയും ഞങ്ങൾ കർത്താവിന് സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പിന്നീട് ഏകദേശം ഒരു 1.5-2 വർഷക്കാലം ഞങ്ങൾ സഭയിൽ ആ സാധാരണ റെഗുലർ അറ്റൻഡ് ചെയ്യുന്ന വിശ്വാസികളായിട്ട് കടന്നുപോയി. അതിനുശേഷം ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ഞങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനിക്കുകയും ഞങ്ങൾ സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായിട്ട് തീരുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ കാലങ്ങളിൽ തന്നെ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ദൈവവേലയ്ക്കുള്ളവരാണ്. സവൻ ഒരു ദൈവവേലയ്ക്കുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളെ ദൈവം മുന്നമേ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ആ കാര്യത്തിൽ ഇല്ലായിരുന്നു. ദൈവം ഇത് എങ്ങനെ ഒരുക്കും. ഏകദേശം 2008 ഞങ്ങൾ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. എന്നാൽ 2016 ഇതേപോലെയുള്ള ചില സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. 2016 അതിനുശേഷം ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. ആ കുഞ്ഞുവിനെ ഒന്ന് മാതാവിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് 2016 ഞങ്ങൾ ഈ കേരളത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങൾ ഭവനത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ ഏകദേശം 2000 കാലഘട്ടം 2001 സമയങ്ങളിലൊക്കെ അതിനു മുമ്പുമൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ എൻ്റെ പേര് ചില കേസുകൾ രാഷ്ട്രീയ സമരങ്ങളുമായിട്ട് വിദ്യാർത്ഥി സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കേസുകൾ ഉണ്ടായിരുന്നു. 7 കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസുകൾ നിലനിൽക്കുന്ന സമയത്തായിരുന്നു ഞാനിന്ന് ഗൾഫിൽ പോയത്. എന്നാൽ 1-2 പ്രാവശ്യം ഞാൻ അതിനിടയ്ക്ക് വെക്കേഷൻ വന്നിട്ടും ഈ കേസുകളിലൊന്നും യാതൊരുവിധ ആക്ഷനും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2016 ഞങ്ങൾ 5 ദിവസത്തേക്ക് ക്രമീകരിച്ചൊരു യാത്ര പ്രകാരം വീട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് രാത്രിയിൽ പോലീസ് ഭവനത്തിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് 4 ദിവസം ഞാൻ റിമാൻഡിൽ കിടക്കേണ്ട ഒരവസ്ഥയുണ്ടായി. ഈ റിമാൻഡിൽ കിടക്കുന്ന എൻ്റെ റിട്ടേൺ ടിക്കറ്റിന്റെ ദിവസം ഞങ്ങൾ റിമാൻഡിലായിരുന്നു. കണ്ടീഷൻ ബെയിലാണ് ഞാൻ പുറത്തു വന്നത്. എൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് ഒരു മാറ്റം ജീവിതത്തിലേക്ക് കടന്നു വന്നതാണത്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ ലീവിന് ഞങ്ങൾ കടന്നു വന്നു. ഇപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമായി, കേസുകൾ തീർക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ഒരു പറിച്ചു നടൽ ഉണ്ടായിട്ട് ഞങ്ങൾ പൂനെയിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തൊഴിൽ ചെയ്ത് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു ബന്ധു ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ദേശത്തേക്ക് കടന്നുപോയി. എന്നാൽ ആ ദേശത്ത് കടന്നു ചെന്ന് ഞാൻ അവിടെ മഹീന്ദ്രയിൽ ഒരു ചെറിയ ജോലി പ്രവേശിച്ചു. എന്നാൽ അവിടെ ചെന്നതിന് ശേഷവും ഞാൻ ഈ ജോലി പ്രവേശിച്ച ആ സ്ഥാപനത്തില്
എന്റെ സൂപ്പർവൈസറായിട്ട് ഒരു പെന്തക്കോസ്ത് ഒരു വിശ്വാസിയായിരുന്നു, അവിടുത്തെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ഇവിടെ പെന്തക്കോസ്ത് ആരാധന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ അമ്മാവനെയും കുടുംബത്തിനെയൊക്കെ വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പെന്തക്കോസ്തുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ വൈഫും രക്ഷിക്കപ്പെട്ടതാണ്, ഞങ്ങൾ സ്നാനപ്പെട്ടതാണ്, അതുകൊണ്ട് എവിടെയുണ്ട് സഭയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്ത് അനുഗ്രഹീതമായ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയുടെ ഡീറ്റെയിൽ പാസ്റ്റർക്ക് അദ്ദേഹം വിളിച്ച നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ്, മാമന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ പലരും ഞങ്ങളെ അന്വേഷിച്ച് ആ ഭവനത്തിൽ ചെന്നു. ആ ഭവനത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു കുടുംബം നാട്ടിൽ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചു. അപ്പോൾ അമ്മാവൻ കുടുംബവും ഒക്കെ അന്തരമാണ്, ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് എന്നൊരു അനുഭവം ഉണ്ടായി. അപ്പോഴത്തേക്ക് അദ്ദേഹം ഞങ്ങളെ ആ ഭവനത്തിൽ നിന്ന് വേറൊരു ഭവനത്തിലേക്ക് വാടക വീട് എടുത്ത് മാറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊരു ചെറിയ വീട്ടിലേക്ക് മാറുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിച്ചാലും ദൈവത്തിന് അതിനെല്ലാം ഒരു പദ്ധതിയുണ്ട്. ഒരു പദ്ധതി പ്രകാരമാണ് ഞാൻ ആ ദേശത്ത് കടന്നു ചെന്നത്. എനിക്ക് തന്നെ കുവൈറ്റിന്റെ ദേശത്ത് വളരെയധികം സമ്പൽ സമൃദ്ധിയുടെ വലിയ ഒരു രാഷ്ട്രത്തിൽ നല്ല ജോലിയായിരുന്നു എനിക്ക് വൈഫിന്. എങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അതൊരു പ്രത്യേകമായിട്ട് ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതെനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത്. അനുഗ്രഹീതമായ ഒരു സഭയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ആ ദൈവിക പദ്ധതി വെളിപ്പെട്ട് വന്നത്. അവിടെ ഒരു സായാഹ്ന ബൈബിൾ കോളേജിൽ ഒരു പുതിയ ബൈബിൾ കോഴ്സ്, മലയാളം ബൈബിൾ കോഴ്സ് ആരംഭിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് സാധിച്ചു. ആ ബൈബിൾ ഒരു കുറച്ച് ദൈവവചനത്തിന്റെ ബേസിക്കുകൾ, അടിസ്ഥാനങ്ങൾ അവിടെ പോയി ആ ചെറിയൊരു കോഴ്സായിരുന്നു. അതിൽ പങ്കെടുത്ത് പഠിക്കുവാൻ ഞങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് അതൊക്കെ മനസ്സിലാക്കുവാൻ ദൈവം അവസരം തന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ഉപവാസം, ഞങ്ങൾ കുടുംബമായിട്ട് ഒരു പ്രത്യേക ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഞാനും വൈഫും കൂടി ഉപവസിച്ചുകൊണ്ടിരുന്നു. ആ ഉപവസിച്ചുകൊണ്ടിരുന്നതിന്റെ നടുവിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ മുഴുവൻ സമയ സുവിശേഷ വേല ചെയ്യുവാനുള്ള ഒരു തീരുമാനം അന്നെടുത്തു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ തീരുമാനം എടുത്ത് അപ്പോൾ അതിനോടടുത്ത് ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് ആ പൂനെയുടെ പ്രദേശത്ത് ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ദാനമായിട്ട് തന്നായിരുന്നു. ആ കുഞ്ഞ് അന്ന് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ തീരുമാനം എടുത്തു. അന്ന് തന്നെ പാഴ്സനേജിലേക്ക് കടന്നു പോയിട്ട് ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ അന്നത്തെ സഭാ ശുശ്രൂഷകനോട് ഞങ്ങളുടെ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞു. വൈകുന്നേരം ഏകദേശം ഒരു 6:30 മണിക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പാസ്റ്ററും കുടുംബവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ശേഷം ഞാൻ മടങ്ങി ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ മൂത്ത കുട്ടി, അതായത് ഞങ്ങൾ വിശ്വാസത്തിൽ വരുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഉപയോഗിച്ച കുഞ്ഞ് എൻ്റെ മാതാവിനോടൊപ്പം ദേശത്തായിരുന്നു അന്ന്. ആ കുഞ്ഞിനെ കർത്താവ് തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുഞ്ഞിനെ ഞങ്ങൾ 10 വർഷത്തോളം വളർത്തി എന്നുള്ളതാണ്. അതിന് ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ദൈവകൃപയാണ്. അത് സംസാരിക്കുകയും നടക്കുകയും ചെയ്യത്തില്ലായിരുന്നു. അതിനെ നമ്മൾ ഈ ഒരുപാട് പ്രോബ്ലംസിന്റെ പുറത്തൊരു ബ്രെയിൻ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എങ്കിലും 10 വർഷത്തോളം ഞങ്ങൾക്ക് അതിനെ വളർത്തുവാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. എന്നാൽ ഞങ്ങളുടെ ഈ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് ദൈവം കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ തീരുമാനമെടുത്ത് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ആ കർത്താവ് ആ പൈതലിനെ തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഞങ്ങൾ അതിന്റെ അടക്കവും കാര്യങ്ങളും ഒക്കെ നടത്തിയ ശേഷം ഞങ്ങൾ തിരികെ വീണ്ടും പൂനെയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ഞാൻ അടുത്ത ഒരു മഹനീയം എന്ന് പറയുന്ന ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഒരു ബൈബിൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 2019 കൊറോണ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിന്നെ ഒരു പറ്റം പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എൻ്റെ മാതാവ് അല്പമായ അസുഖത്തിന്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാതാവ് പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഞാൻ ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഞാനും വൈഫും മക്കളുമായിട്ട് ആ ദേശത്ത് നിന്നും കേരളത്തിലേക്ക് വന്നു, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. പക്ഷെ ഭവനത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഹൈന്ദവ കുടുംബമാണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ മാതാപിതാക്കൾക്ക് ഏക ആൺമകനാണ്. ഞങ്ങൾ ആ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മാതാവിന്റെ ശരീരം എല്ലാം എനിക്കായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ഞാൻ വന്നതിന് ശേഷം കർമ്മങ്ങൾ നടത്തിയതിന് ശേഷം ഇതിന്റെ അടക്കം നടത്തുവാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അതാണ് കാണുന്ന ഒരു ചിത്രം. എന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഏതാണ്ട്
11 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് 2 ബൈബിൾ കോഴ്സുകളിൽ പങ്കെടുക്കുവാനും പഠിക്കുവാനും ഒക്കെ, 2 കോളേജുകളിൽ പഠിക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ തന്നു. ദൈവസ്നേഹം ഇത്രത്തോളം രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ഇവരോട് യോജിക്കുവാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, പാരമ്പര്യമായിട്ട് ഭയങ്കരമായ വെച്ചാരാധനകളും രീതികളും ഹൈന്ദവ സിദ്ധാന്തങ്ങളും ഒക്കെ പിന്തുടരുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ വന്ന് പറഞ്ഞപ്പോൾ അത് കുടുംബക്കാർക്ക് പലർക്കും ഒരു ഷോക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ വിശ്വാസ ജീവിതത്തിൽ ഈ 11 വർഷത്തെ ചരിത്രത്തിൽ ഏകദേശം 8 വർഷക്കാലം ഞങ്ങൾ കുവൈറ്റിന്റെ പ്രദേശത്തും 3 വർഷക്കാലം പൂനെയുടെ പ്രദേശത്തുമായിരുന്നു. ദേശവാസികൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ ഞങ്ങളുടെ ജീവിത രീതികളെ കുറിച്ചോ യാതൊരുവിധ അറിവില്ലായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ അറിയായിരുന്നു. എന്നാൽ ഇത്രത്തോളം വിശ്വാസത്തിൽ അടി ഉറച്ചതിന് ശേഷം, ഇത്രത്തോളം ദൈവസ്നേഹം രുചിച്ചറിഞ്ഞതിന് ശേഷമാണ് തമ്പുരാൻ ഞങ്ങളെ ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന്മേൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ബലം ദൈവം ഞങ്ങളുടെ മേൽ പകർന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രതിസന്ധികളുടെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. ഞങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞങ്ങൾ കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അന്ന് പകരത്തിനായിട്ട് എൻ്റെ ഒരു അമ്മയുടെ സഹോദരിയുടെ ഒരു മകൻ എനിക്ക് പകരമായിട്ട് അവിടെ കർമ്മം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പൂനെയുടെ പ്രദേശത്തേക്ക് പോയി. പൂനെയുടെ പ്രദേശത്തേക്ക് പോയെങ്കിലും ഇവിടുന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഞങ്ങളുടെ അടുത്ത ട്രെയിൻ, ഞങ്ങൾ പോയതിന്റെ അടുത്ത ട്രെയിന് തന്നെ ഇവരും വന്ന് അടുത്ത ദിവസം ഇവരും ആ ട്രെയിനിൽ കയറി ആ ദേശത്തേക്ക് കടന്നു വന്നിട്ട് ഞങ്ങളെ അവിടെ നിന്നും ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ തിരിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്ന വേറൊന്നുമല്ല, അവരന്ന് ഞങ്ങളോട് പറഞ്ഞത് ഒന്ന് മാത്രമാണ്: അച്ഛൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ മാതാവ് മരണത്തിന് മുമ്പ് ആ ഭവനം നിങ്ങളുടെ പേരിലാണ് എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിനെ നോക്കുക എന്നൊരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ദേശത്തേക്ക് നിങ്ങൾ മടങ്ങി വരണം, ഈ ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനിച്ച ദേശത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിയുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ, വിശ്വാസികളുടെ നടുവിൽ നിന്ന് മാറി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് പാരമ്പര്യത്തിലേക്ക് മടങ്ങി ചെല്ലും എന്നൊരു പ്രതീക്ഷയിലാണ് ഇവര് ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നത്. എന്നാൽ ഞങ്ങളുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ഒരു കോൺട്രാക്ടർ എടുത്തെടുത്ത ഈ എണ്ണപ്പുരകൾ ലേലത്തിനെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ ചുമതല ഏറ്റെടുക്കണമെന്ന് എന്നോട് അദ്ദേഹം നിർബന്ധപൂർവം എന്നോട് പറയുകയുണ്ടായി. നിങ്ങൾ ഇനി ഈ ദേശത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ജോലികൾ, ഈ വിശ്വാസമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ജോലിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കാൻ സാധിക്കത്തില്ല. കാര്യം ഒരു അമ്പലത്തിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഇനി അവിടുത്തെ മൂർത്തിക്കുള്ള എണ്ണയും പൂവൊന്നും വിൽക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ദൈവത്തിന്റെ വചന വ്യവസ്ഥ പ്രകാരം പഠിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എനിക്ക് നല്ലൊരു സംഖ്യ ഡെയിലി ശമ്പളമായിട്ടൊക്കെ ഓഫർ ചെയ്തിട്ടും ഞങ്ങൾ അതിനോട് സഹകരിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ പിതാവും ബന്ധുക്കളും എല്ലാവരും ഞങ്ങൾക്ക് എതിരാകുന്ന ഒരു രീതി ഉണ്ടായി. അതായത് എതിരാകുന്ന ഒരു രീതി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മ എഴുതി വെച്ചിരുന്ന വിൽപത്രത്തിലെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മരണശേഷം മാത്രമേ ഇത് എനിക്ക് ലീഗലി എൻ്റെ പേരിലേക്ക് വരുത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു ക്ലോസ് ഇതിലുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഈ ഭവനമൊക്കെ പൂട്ടി അദ്ദേഹം അതിന്റെ ചാവി അദ്ദേഹത്തിന്റെ കയ്യിൽ എടുത്തു വെക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ സാഹചര്യം വന്ന സമയത്ത് അന്ന് ദേശത്ത് കൊറോണ ഉണ്ട്, ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ, കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ഞങ്ങൾക്ക് 10-20 വർഷക്കാലമായിട്ട് ദേശത്ത് നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ ജനിച്ച പ്രദേശത്ത് വേണ്ടത്ര ആളുകളുമായിട്ട് ബന്ധങ്ങളില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഞങ്ങളോട് എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. വളരെ പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നു. പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും ഈ രോഗാവസ്ഥയുടെയൊക്കെ ഈ വലിയ ഒരു പകർച്ചവ്യാധിയുടെ നടുവിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തുണയായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു നേരം പോലും എൻ്റെ ബന്ധുക്കളുടെ മുമ്പിലോ എൻ്റെ ചാർച്ചക്കാരുടെ കുടുംബക്കാരുടെ ആരുടെയും മുമ്പിൽ പോയി എനിക്കോ എൻ്റെ മക്കൾക്കോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സാഹചര്യം സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. അതിനെക്കാട്ടി അത്ഭുതകരമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സാഹചര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി ചെറുതും വലുതുമായ പല തൊഴിലുകളും ചെയ്ത് ഞാൻ ആളുകളുടെ ഇടയിൽ പച്ചക്കറി കച്ചവടവും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പോയിരുന്ന്, ഈ ആൾക്കൂട്ടത്തിലൊക്കെ പോയിരുന്ന്, ആളുകൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ആ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് പോലും ആ 3 വർഷക്കാലം ആ കൊറോണയുടെ സീസണിൽ ഞങ്ങളിൽ ആർക്കും ഈ രോഗം വരാതെ
സ്വർഗത്തിലെ ദൈവം കാത്തു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങൾ ഇവിടെ ഒരു പറമ്പിൽ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് ആ ഷെഡിലായിരുന്നു ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ 3 വർഷത്തെ കൊറോണയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സാനിറ്റൈസർ ഞങ്ങൾ വാങ്ങിച്ചത്. ഒന്നാമത്തെ കാര്യം, അന്നൊരു സാനിറ്റൈസർ വാങ്ങിക്കുവാനുള്ള മാർഗം നമ്മളെ കൊണ്ടില്ലായിരുന്നു. അതിനുള്ള അത്രയും സാമ്പത്തികം എടുക്കുവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു സാനിറ്റൈസർ മേടിക്കാതെ പോലും നമ്മൾ അങ്ങനെ ഒരു മുൻകരുതൽ പോലും എടുക്കാതെ ഇരുന്നിട്ടും ദൈവത്തിന് സ്തോത്രം, ആ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കാത്തു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു വലിയ അത്ഭുതമായിരുന്നു. എന്നാൽ ആ കൊറോണയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം അയച്ചിട്ട് 1-2 ദൈവഭൃത്യന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അതുവരെ ഞങ്ങൾക്ക് ദേശത്ത് പെന്തക്കോസ്ത് വിശ്വാസികളുമായിട്ടോ ആ ഒരു ഇവാഞ്ചലിക്കൽ സഭകളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സഭകളെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത സാഹചര്യമായിരുന്നു. ദൈവം അയച്ചിട്ട് 1-2 ദൈവഭൃത്യന്മാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവരുടെ സഭ ആ മീറ്റിംഗ് ആരംഭിക്കുന്ന സമയത്ത് അവരുടെ സഭയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അന്ന് കുഞ്ഞ് ഇവിടെ ഒരു മൂത്ത മകൾ, ഒരു മോൾ മരിച്ചു, രണ്ടാമത്തെ മോൾ ആ CBSE പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഈ 3 വർഷം ഈ കൊറോണയുടെ സമയത്ത് കുഞ്ഞിന് ഫീസ് ഒന്നും അടയ്ക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് വലിയ ഒരു സംഖ്യ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ സഭക്കാര് ഭവനത്തിലേക്ക് വരുന്നതും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന ഷെഡിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഞങ്ങള് ആ സഭയിൽ പോയി ആരാധിക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ആ ആഴ്ചയിൽ അവിടുത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടുത്തെ ദൈവദാസൻ പുറകോട്ട് ഇറങ്ങി വന്നിട്ട്, ഞാൻ ഏറ്റവും ബാക്കിലെ ഡ്രോയിലായിരുന്നു ഇരുന്നത്, ആ ദൈവദാസൻ വന്നിട്ട് എൻ്റെ തോളത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എൻ്റെ ആ വിളിയെക്കുറിച്ചും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ചും എനിക്ക് വീണ്ടും ഒരു ബോധം എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു പ്രേരണ വന്നു. ഒന്നുകൂടെ ബൈബിൾ കോളേജിൽ ഏതെങ്കിലും ചേർന്നിട്ട് ഒരു നല്ല കോഴ്സ് ചെയ്യണമെന്നൊരു ആഗ്രഹവും തോന്നി. അപ്പോൾ 2022 ജൂൺ മാസത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ മുഴുവൻ സമയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചിരുന്ന സാരം. പക്ഷെ അന്ന് ഈ 2-3 വർഷത്തെ ജീവിതങ്ങളും കച്ചവടങ്ങളും ബിസിനസ്സുകളും മൂലം ഞങ്ങൾ അല്പം കടത്തിന്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ദേശത്ത് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല കച്ചവടങ്ങളും ചെയ്തു, കടമൊക്കെ വാങ്ങിച്ചു. അല്പം കടഭാരവും ബുദ്ധിമുട്ടും, വലിയ പലിശക്കാരുടെ നിന്നൊക്കെ ആയിരുന്നു ഈ കടങ്ങളൊക്കെ വാങ്ങിച്ചത്. ബന്ധുക്കൾ ആരും ഞങ്ങളെ സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ പുറത്തു നിന്നായിരുന്നു ഞങ്ങൾ ഈ പൈസയൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ഒരു വലിയ കടഭാരത്തിൽ നിൽക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മൂത്ത മകള്, അവളെ സ്കൂളിലേക്ക് ചേർക്കണം, അടുത്ത വർഷത്തേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 3 വർഷത്തെ ഫീസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം, ഇളയ കുഞ്ഞിനെ LKG ചേർക്കുവാനുള്ള പ്രായവുമായി. അങ്ങനെ ഒരു വലിയ 2 വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ 2 പിള്ളേരുടെയും പഠിത്തം ഒരു വിഷയമായിട്ട് നിൽക്കുന്നു. അതിനുശേഷമേ എനിക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിന്റെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം ഞങ്ങൾക്ക് ഒരു മാർഗവും ഞങ്ങളുടെ മുമ്പിൽ തെളിയാതെ വന്നപ്പോൾ, ഒരു മാർഗവും ഇല്ല മക്കളെ പഠിപ്പിക്കുവാൻ. അപ്പം അവസാനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നൊരു തീരുമാനമെടുത്തു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, മക്കളെ സർക്കാർ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെ മാർഗം ഉള്ളത് കൊണ്ട് മക്കളെ ഏതെങ്കിലും സർക്കാർ സ്കൂളിൽ രണ്ടുപേരെ ഈ വർഷം ചേർക്കാം. അങ്ങനെ 2022 ജൂൺ മാസത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്തൊരു സർക്കാർ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒരു കോള് വന്നു. പ്രതീക്ഷിക്കാതെ എൻ്റെ സഹോദരി, എനിക്കൊരു സഹോദരിയുണ്ട്, എന്നെക്കാട്ടി ഒരു 10-13 വയസ്സിന് മൂത്തതാണ്. ആ സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസ കാര്യം വല്ലതും ചെയ്തോ, എവിടെയെങ്കിലും ചേർക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു സർക്കാർ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഉടനെ തീരുമാനിക്കേണ്ട, ഞാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഒരാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം സഹോദരി വിളിച്ചു പറഞ്ഞിട്ട് ഒരാളെ ഞങ്ങൾക്ക് ഒരു 10,000 രൂപ സഹായിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നേരം ഒരു 7,000 രൂപ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസയും കൊണ്ട് ഞങ്ങൾ അത്തരം ഒരു തീരുമാനം എടുത്തു. എന്നാൽ മൂത്ത കുഞ്ഞ് ഇത്രയും കാലം CBSE പഠിച്ചത് കൊണ്ട് അവൾ അതിൽ തുടർന്ന് പഠിക്കട്ടെ, പുതിയ കുഞ്ഞിനെ നമുക്ക് സർക്കാർ സ്കൂളിൽ 1ാം ക്ലാസ് ചേർക്കാം, ഈ LKG ചേർക്കേണ്ട കുട്ടിയെ സർക്കാർ സ്കൂളിൽ ചേർക്കാം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്തൊരു കപ്പക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ജ്യോതി നികേതൻ എന്ന് പറയുന്ന ഒരു CBSE സ്കൂളുണ്ട്. അവിടെ ചെന്ന് അവിടുത്തെ പ്രവേശന എൻട്രൻസ് എക്സാം എല്ലാം മൂത്ത മോള് ചെയ്തു, അവൾ അറ്റൻഡ് ചെയ്തു, അവള് അത് പാസ്സായി. അഡ്മിഷൻ, അവർക്ക് അവിടെ അഡ്മിഷൻ അടയ്ക്കേണ്ട പൈസ 12,000 രൂപ മറ്റും അവിടുത്തെ അഡ്മിഷൻ ഫീസ് ആയിരുന്നു, അത് അടച്ചതിന് ശേഷം അവിടെ പുസ്തകത്തിനുള്ള പൈസ കൂടെ അടച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് യൂണിഫോം വാങ്ങിക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. അന്നേരം ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനല്ല, ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെട്ട ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, എത്ര പേരെ സൗര ഇവിടെ ചേർക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 മക്കളുണ്ട്,
ഒരാളെ മാത്രമേ ചേർക്കുവാൻ എൻ്റെ ഈ പൈസയുള്ളൂ. ഒരാളുടെ അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ഇനി സർക്കാർ സ്കൂളിലേക്ക് പോവാണ്. ഇളയ കുഞ്ഞിനെ LKG അവിടെ ചേർക്കണം. കാര്യം ഡൊണേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ അഡ്മിഷൻ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സഹോദരിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളിന്റെ വൈഫാണ് അത്, നിങ്ങൾ അവരുമായിട്ടൊന്ന് പോയി സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, വൈഫ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ആ സൗകര്യമായിട്ടൊന്ന് ആ മാഡവുമായിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മാഡത്തിനോട് എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് ഇത്രയും ചോദിച്ചുള്ളൂ. വൈഫിനോട് ചോദിച്ചു എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പറഞ്ഞു മൂത്ത കുഞ്ഞിനുള്ള യൂണിഫോമിനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ യൂണിഫോം ഒരു മാസം കഴിഞ്ഞ് വാങ്ങിച്ചാൽ മതി, നിങ്ങൾ ഈ പൈസ കൊണ്ട് ഇളയ കുഞ്ഞിന് പുസ്തകത്തിനുള്ള പൈസ അടക്കി അവിടെ അഡ്മിഷൻ ഫീസ് പിന്നീട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ 2 കുഞ്ഞുങ്ങൾക്കും ആ പൈസ വെച്ചിട്ട് ആ സ്കൂളിൽ തന്നെ പഠിക്കുവാനുള്ള സാഹചര്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കി എന്നുള്ളതാണ്. പിറ്റേ ദിവസം ഞാൻ ദൈവത്തിന് സ്വന്തം ഞാനും വൈഫും കൂടി പിറ്റേ ദിവസമാണ് പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ കടന്നുപോയി MDവിനുള്ള എൻ്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നൊരു തീരുമാനത്തിലായിരുന്നു അവിടെ ചേർന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഇതിന്റെ രജിസ്ട്രാർ ആയിട്ടിരുന്ന സാറ് ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ കുടുംബസ്ഥനല്ലേ, നിങ്ങൾ പോയി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും 38 കിലോമീറ്റർ ഉണ്ട് ഈ ബൈബിൾ സെമിനാരിയിലേക്കുള്ള ദൂരം. എൻ്റെ കയ്യിൽ അന്ന് ഒരു പഴയ ഒരു ബൈക്ക് മാത്രമാണ് ഉള്ളത്. യാത്ര ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടു. ഞങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് തിരിച്ചു വന്നു, പോയി വരാമെന്നുള്ളൊരു തീരുമാനം. പക്ഷെ ഞങ്ങൾ അവിടെ പഠിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പഴയ ബൈക്ക് എടുത്തു മാറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയി. പിന്നെ ഒരു 3-4 മാസക്കാലം ഞാൻ ഏകദേശം 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം. രാവിലെ 6 മണിക്ക് ഇറങ്ങണം, അതിനുശേഷം ബസ്സിൽ കോളേജിലേക്ക് പോകണം, തിരിച്ച് വൈകുന്നേരം ഒരു 6 മണിയോട് കൂടി എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ മുഴുവൻ സമയം ഞാൻ ദൈവവേല ആയി എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. അപ്പൊ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, എൻ്റെ പഠനം, എൻ്റെ യാത്ര, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വിശ്വാസികളായ പലരും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്നോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഈ തീരുമാനം തെറ്റാണ്. കാര്യം നിങ്ങൾ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു, നിങ്ങൾക്ക് ഭവനത്തിലേക്ക് പ്രവേശനമില്ല, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് ഇത്രയും വലിയ ബുദ്ധിമുട്ടിന്റെ സാഹചര്യം, ഇതിന്റെ കൂട്ടത്തിൽ സഹോദരൻ കൂടെ ഇപ്പൊ ജോലി ചെയ്യാതെ ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അതും വേദപുസ്തകം എടുത്തു ബൈബിള് പഠിക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടെങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, തമ്പുരാൻ ഈ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ ശക്തനാണ്, ദൈവത്തിന് സ്തോത്രം, ദൈവം വഴി നടത്തുവാൻ ശക്തനാണ് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം പോലും എനിക്ക് യാത്ര ചെയ്യുവാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോകാതെ ഇരുന്നിട്ടില്ല. എൻ്റെ യാത്ര ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് ഈ സാഹചര്യം വരെ എല്ലാ മാസവും കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെ ഫീസ് സ്കൂളിൽ അടച്ച് പഠിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മറ്റു തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒന്നും എനിക്ക് മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുവാൻ ഒരു സാഹചര്യം വന്നിട്ടില്ല. പൂനെയിലായാലും ഞാൻ ഈ നാട്ടിൽ കച്ചവടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിലും ഒക്കെ കടത്തിൽ മാത്രമാണ്. പക്ഷെ ഞാൻ തമ്പുരാന്റെ വേലയെന്ന് ഞാൻ ഒരു സുവിശേഷ വേലയെന്ന് പറഞ്ഞ് ഞാനത് വചനം പഠിക്കുവാനായിട്ടാണ് പോയത്. ഞാൻ എങ്ങും ഒരു സഭാ ശുശ്രൂഷകനോ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തം, എനിക്ക് ദശാംശം തരാനോ സ്വോത്രകാഴ്ച തരാനോ എനിക്ക് അങ്ങനെ ഒരു യാതൊരുവിധ മാർഗവും. പക്ഷെ എനിക്ക് വേണ്ടത് സമയാസമയങ്ങളിൽ തമ്പുരാൻ അത് എൻ്റെ കരങ്ങളിൽ എത്തിച്ചു തരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ളവരും കാണാത്തവരുമായ ഒരുപാട് മനുഷ്യര് പല സ്ഥലങ്ങളിൽ നിന്നും തമ്പുരാൻ എൻ്റെ അരികിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ, അതായത് ഒരു ദിവസം പോലും എൻ്റെ പോക്കറ്റ് പൂർണ്ണമായിട്ടും കാലിയാകുന്ന ഒരു സാഹചര്യം, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം പോലും ആഹാരം കഴിക്കുവാൻ ഇല്ലെന്നോ, വണ്ടിക്ക് പെട്രോൾ അടിക്കുവാൻ ഇല്ലെന്നോ, എൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കുവാനില്ലെന്നോ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധുക്കളുടെ അടുക്കലോ വീണ്ടും കടം മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു. ആ തമ്പുരാന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായ ഒരു സമർപ്പണത്തോടു കൂടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഏത് പ്രതികൂലം നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ അതിലൊന്നും തകർന്നു പോകാതെ, അതായത് ആ വാഹനം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും ബസ്സിൽ യാത്ര ചെയ്ത് പോകാൻ തയ്യാറായപ്പോൾ അന്ന് തമ്പുരാൻ എനിക്ക് ഒന്നാമത്തെ ഒരു പ്രോമിസ് എന്നോട് തമ്പുരാൻ പറഞ്ഞ, നീ അടുത്ത വർഷം നീ ഒരു പുതിയ വാഹനത്തിൽ നീ
ബൈബിൾ കോളേജിൽ പോകുമെന്ന് എന്നോട് പറഞ്ഞാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒട്ടും സങ്കല്പം, അത് അവസാന നിമിഷം ഏതാണ്ട് ആ കോളേജിൽ രണ്ടാം വർഷം ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 10 ദിവസത്തിന് മുമ്പാണ് ഞാൻ ഈ വാഗ്ദത്തം സത്യത്തിൽ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഞാനൊരു പഴയ വണ്ടി മേടിക്കണമെന്നാണ് എന്റെ മനസ്സിൽ തോന്നി. ഒരു പഴയത് വാങ്ങിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ അന്നേരം എന്റെ പിതാവാണ് എന്നോട് പറഞ്ഞു, ഈ പഴയത് ആലോചിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു പുതിയ വണ്ടി വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അച്ഛൻ പൈസ തരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ ആലപ്പുഴയിൽ 1-2 ഷോറൂമിലൊക്കെ പോയി വണ്ടിക്കൊക്കെ വിലയൊക്കെ തിരക്കിയിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് 2000 രൂപ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിട്ട് നിന്റെ പഴയ വണ്ടി ശരിയാക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ അത്രയും സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ മൈൻഡ് ആരോ മാറ്റിക്കളഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. പക്ഷേ എനിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞത് എന്റെ സ്വർഗത്തിലെ പിതാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ആയിരുന്നു എന്നോട് വണ്ടി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ സാഹചര്യം എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ലോൺ എടുക്കാൻ ഒരു ഡോക്യുമെന്റ് ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാം സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വില തിരക്കിയതേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഫോൺ വന്നു. ഞങ്ങൾ പറഞ്ഞു എൻ്റെ ആധാർ കാർഡ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ആധാർ കാർഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്. അപ്പോൾ എൻ്റെ ഒരു ഇലക്ഷൻ ID ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ട് ആ ഇലക്ഷൻ ID മാത്രം വെച്ചിട്ട് അവരെനിക്ക് ലോൺ പാസ്സാക്കി തന്നു എന്ന് മാത്രമല്ല, അതിന് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ 40,000 രൂപ വേണമായിരുന്നു. എന്നെ കൊണ്ട് അതിന് ഒരു മാർഗവും ഇല്ലായിരുന്നു. പക്ഷെ ആ കറക്റ്റ് ടൈമിലായപ്പോഴത്തേക്ക് എനിക്ക് ആ പൈസ എന്റെ കരങ്ങളിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ട് തന്നു. സ്തോത്രം. അത് കൊണ്ട് തന്നു എന്ന് മാത്രമല്ല, അത് കൊണ്ട് അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ആധാർ കാർഡ് ഇല്ലാതെ വണ്ടി ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പൈസ അടച്ചിട്ട് വന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഒരു 3-4 ദിവസത്തിന് ശേഷം ഞാൻ ആധാർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആധാർ ഓൺലൈനിൽ അത് റെഡി എന്ന് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ഈ ആധാർ എടുക്കുവാൻ വേണ്ടിയിട്ട് ഈ എൻറോൾമെന്റ് സെന്ററിലേക്ക് ആധാറിന്റെ കോപ്പി എടുക്കാൻ ചെന്നപ്പോൾ ഈ പേപ്പർ നോക്കിയിട്ട് അവർ പറഞ്ഞത് പോയിട്ട് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് വാ, അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെക്ക് ചെയ്തപ്പോൾ ഓൺലൈനിൽ ആക്റ്റീവ് കാണിക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ വലിയ അത്ഭുതമായിരുന്നു. പക്ഷെ ആധാർ റെഡിയായി നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. അത് കൊണ്ടുപോയിട്ട് വണ്ടി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇതൊരു അത്ഭുതമായിരുന്നു. കാര്യം ആ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് കോളേജിൽ 2ാം വർഷത്തെ ക്ലാസ് തുടങ്ങിയായിരുന്നു. 2ാം വർഷത്തെ ക്ലാസ്സിൽ എനിക്ക് പുതിയ വണ്ടിയിൽ പോകാൻ അത് തമ്പുരാൻ ആ വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ എങ്ങനെ ഇതൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. തമ്പുരാന്റെ ഒരുപാട് തമ്പുരാൻ നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ ഈ കാലയളവിൽ നമുക്ക് പറയുവാൻ സാധിക്കും. അതിങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ആ 2ാം വർഷത്തിൽ ഞാൻ ഏകദേശം ഒരു സെമസ്റ്റർ പിന്നിടുന്ന സാഹചര്യത്തിൽ ഒരു സെമസ്റ്റർ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ പിതാവിന് പെട്ടെന്ന് സുഖമില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം ഈ 2ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് സുഖമില്ലാതെ വരികയും, അപ്പൊ സുഖമില്ലാതെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരാരും പിതാവിനോടൊത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുവാൻ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ പിതാവ് എന്നോട് പറഞ്ഞ് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അടിയന്തരമായിട്ടൊരു ഓപ്പറേഷനൊക്കെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി. ആ സമയങ്ങളിലൊക്കെ ഞാൻ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ അന്നേരം ആ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെ സാഹചര്യത്തിലൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയൊക്കെ രാത്രിയിൽ ഒരുപാട് കിടന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ആരും വന്നില്ല. പക്ഷെ ഞാനും എൻ്റെ വൈഫിന്റെ മാതാവും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷം പിന്നീടുള്ളൊരു 4-5 മാസക്കാലം പിതാവ് ഞങ്ങളോടൊത്ത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ അച്ഛനോട് ഒത്ത് ഒരുമിച്ച് ജീവിക്കുവാനും അച്ഛൻ അത്രയും കാലമൊക്കെ ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വീണ്ടും ഒരു ദിവസം രാവിലെ എന്നെ ഒരു 4 മണിയായപ്പോൾ എന്നെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, വയ്യ, ബുദ്ധിമുട്ടാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് അടുത്തൊരു മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ അവിടെ പറ്റത്തില്ല, വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും, നിങ്ങൾ ബിലീവേഴ്സിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആംബുലൻസിൽ ബിലീവേഴ്സിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ എൻ്റെ 1-2 റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഞാനൊരു ദൈവഭൃത്യനാണ്, ദൈവവേല ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏത് രീതിയിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്നെയോ മക്കളെയോ വൈഫിനെയോ ഒന്നും വിളിക്കരുത്. ഞാൻ ബോഡിയുമായിട്ട് ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നും ബോഡിയുമായിട്ട് വീട്ടിൽ വന്നു. ഞാൻ പിതാവിന്റെ ശരീരം കൊണ്ടുവന്ന് ഭവനത്തിൽ കിടത്തിയതിന് ശേഷം അവരുടേതായ രീതികളിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന്റെ അടക്കവും കാര്യങ്ങളും ദഹനവും കാര്യങ്ങളും ഒക്കെ അവർ നടത്തി. പക്ഷെ ഞാനും വൈഫും
കുഞ്ഞുങ്ങളും ഞങ്ങൾ അകത്ത മുറിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ മാതാവിന്റെ അടക്ക സമയത്ത് ഞങ്ങൾ ഇറങ്ങി നിന്ന് ഈ ആളുകളുടെ മുമ്പിൽ കിടന്ന് ഒരുപാട് നിന്നാപാത്രമായി പലതരത്തിലുള്ള അപഹാസ്യങ്ങളും കളിയാക്കലുകളൊക്കെ കേൾക്കേണ്ടി വന്നതുകൊണ്ട് ഈ തവണ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഞങ്ങൾ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ ഹിതപ്രകാരം നടത്തി. അതിനുശേഷം ആ ഒരു 2 ആഴ്ച കൊണ്ട് അവരുടെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം ഭവനം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഒരു കയ്യിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഈ ഒരു കഴിഞ്ഞ വർഷം 2024 ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യമായിട്ട് ഒരു ഭവന പ്രാർത്ഥന നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഞങ്ങളുടെ ഭവനം മൊത്തം ഈ പറഞ്ഞ പോലെ ഒരുപാട് 1-2 മുറികൾ നിറച്ച് വിഗ്രഹങ്ങളും ഫോട്ടോകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മുറിയാണ് പിതാവിന്റെ. അപ്പോൾ പിതാവിന്റെ കാലശേഷം ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് ഭവനം വന്നതിന് ശേഷം അതൊക്കെ നീക്കം ചെയ്യുകയും ഞങ്ങൾ ആ ഭവനത്തിൽ വെച്ച് നീക്കം ചെയ്തതിന് ശേഷം ആ ഭവനത്തിൽ വെച്ച് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ചും ആ പ്രാർത്ഥനയിലുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പം സെമിനാരിയിൽ പഠിക്കുന്ന ഒരു 10-20 ദൈവദാസന്മാർ അഭിഷിക്തന്മാര് ഒരുമിച്ച് കടന്നു വന്നു. ഞങ്ങൾ അന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഒരു സഭയിൽ നിന്നും കുറച്ച് വിശ്വാസികൾ വന്നു. കാര്യം അവർക്ക് കൈകൂട്ടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ അല്പം ഭയത്തിലായിരുന്നു അവർ കടന്നു വന്നത്. എങ്കിലും ഈ അഭിഷിക്തന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരങ്ങ് നല്ല ആത്മാവിലായി നല്ല ആരാധന നടന്നു. ഭവനത്തിൽ ഉണ്ടായിരുന്ന ആ എല്ലാ ബന്ധനങ്ങളും ആ ഒറ്റ ആരാധനയിൽ മാറി എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഞങ്ങൾ ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 16 കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ദൈവവേല ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ആലപ്പുഴ റൂട്ടിൽ പോയാൽ വണ്ടാനം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഒരു പ്രവർത്തനമുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് 8 കിലോമീറ്റർ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് 8 കിലോമീറ്റർ പോയാൽ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഒരു നല്ല ആരാധന ഉള്ളത്. അതിനുശേഷം എൻ്റെ അറിവിൽ പിന്നെ അതിനുശേഷം കിഴക്കോട്ട് ഒരു 8-9 കിലോമീറ്റർ പോയാൽ തകഴി പാലത്തിനക്കരെ ഒരു ആരാധനയുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിന് പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ 400-200 മീറ്റർ കഴിഞ്ഞാൽ കടലാണ്. അപ്പൊ ഏകദേശം ഒരു 16 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഒരു ദൈവവേല ഇല്ലാത്ത ഒരു പെന്തക്കോസ്ത് ആരാധന ഇല്ലാത്ത ഒരു പ്രദേശത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ദേശത്ത് ഒരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം ഞങ്ങൾ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് ഇവിടെ ഈ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രാക്ട് മിനിസ്ട്രി ഒരു ദേവദാസൻ നടത്തിയിട്ട് ആ ദേവദാസനെ സുവിശേഷ വിരോധികൾ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാല് കൈയൊക്കെ തല്ലി ഓടിക്കുകയും ചെവിയുടെ കേൾവിശക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ. അതിനുശേഷം ഇവിടെ അങ്ങനെ പരസ്യങ്ങൾ നടത്താറില്ല, ട്രാക്ട് മിനിസ്ട്രി ആരും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അമ്പലപ്പുഴയുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഞങ്ങളും ഇവിടെ നിന്ന് അല്പം മാറി ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഒരു സ്ഥലത്ത് ഒരു ചെറിയ വീടോ എന്തെങ്കിലും വാടകയ്ക്ക് എടുത്ത് ഒരു പ്രവർത്തനം തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു താൽക്കാലിക ചുമതലയായിട്ട് എനിക്കൊരു 4-5 മാസം ഇതിനടുത്ത് എടത്തുവ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ദൈവദാസന് അസുഖം വന്ന പോലെ ഞാൻ അവിടെ ഒരു ശുശ്രൂഷകനായിട്ട് അന്നേരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എവിടെയെങ്കിലും അങ്ങനെ ആ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഭവനം കിട്ടുമോ എന്ന് ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ കൂട്ടായ്മ ആരംഭിക്കുവാനായിട്ട് അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ എങ്കിലും ഞങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന സമയത്താണ് എൻ്റെ വൈഫ് എന്നോട് ഒരു കാര്യം ചോദിച്ചു, നമുക്ക് ഇവിടെ തന്നെ ഒരു പ്രാർത്ഥന ആരംഭിച്ചാൽ എന്താ, നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു പ്രവർത്തനം ആരംഭിച്ചാൽ എന്താ. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അതിൻ്റെ അടുത്തൊരു ദിവസം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ദേവദാസിനെ ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു, ഒരു കുടുംബം ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നു, അവർ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്നോട് ഏകദേശം ഒരു അഡ്രസ്, ആ സ്ഥലത്തിന്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അവരുടെ വീടിന് ചുറ്റും ഒരുപാട് കടക്കാർ വന്ന് കൂടി നിൽക്കുന്ന, ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ വാതിക്കലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവരോട് അത്യാവശ്യം സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, വേറൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരാമെങ്കിൽ വൈകിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വരാമെന്ന് പറഞ്ഞു. ഇവർ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് അന്ന് പ്രാർത്ഥനാ ബന്ധമുള്ള കുറച്ച് വ്യക്തികളെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് വൈകിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണ്, അപ്പൊ നിങ്ങൾ ഒന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ ഒരു 12 പേർ ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി 2024 മാർച്ച് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏകദേശം ഒരു 12 പേർ ഞങ്ങളുടെ ഭവനത്തിൽ വൈകിട്ട് കൂടി വന്നു. വെള്ളിയാഴ്ച അങ്ങനെ കൂടി വന്നു. അതോടൊപ്പം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആ കുടുംബവും കൂടെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അന്നൊരു മീറ്റിംഗ് പോലെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ക്രമീകരിച്ചെങ്കിലും നല്ലൊരു മീറ്റിംഗ് ആയിട്ട് അത് ദൈവം നടത്തി. ദൈവത്തിന് സ്തോത്രം. അതൊരു അനുഗ്രഹമായിരുന്നു. 2024 മാർച്ച് 1-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ദൈവത്തിന് സ്തോത്രം ഇന്നലെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടുത്തെ മീറ്റിംഗ് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ഈ ദേശത്ത് ഞങ്ങൾ മടികൂടാതെ ഇറങ്ങി സുവിശേഷം പലരോടും പങ്കുവച്ചു, പലരോടും പറഞ്ഞു. ഏകദേശം 40 പേരോളം ഇപ്പോൾ ഈ ഭവനത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലും 20 പേരിലധികം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയ വർക്കാണ്, പുതിയ പ്രദേശമാണ്. ഞങ്ങള് അന്ന് മുതൽ അതിന്റെ അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങളുടെ മാതൃസഭയിലേക്ക് കടന്നു പോകാം എന്ന് തീരുമാനിച്ചിരുന്നപ്പോഴാണ് ശനിയാഴ്ച രാത്രി അന്ന് പ്രാർത്ഥിക്കാൻ വന്ന 2-3 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നാളെ ഞങ്ങൾ അങ്ങോട്ടാ പ്രാർത്ഥിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു, പക്ഷെ തമ്പുരാൻ മുന്നമേ തീരുമാനിച്ചതായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ വന്ന 3-4 പേര് ഞായറാഴ്ചയും കടന്നു വന്നു, ഞങ്ങളും കുടുംബമായിട്ട്. അങ്ങനെ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് 8 പേരെ ഉള്ളായിരുന്നു. പക്ഷെ പിന്നീട് അത് പടിപടിയായിട്ട് സ്വർഗത്തിൽ ദൈവം വർദ്ധിപ്പിച്ചു. ഇവിടെ 100-ലധികം ആളുകൾ പങ്കെടുത്ത മീറ്റിങ്ങുകൾ വരെ, സൺഡേ വർഷിപ്പ് വരെ നടന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പലരോടും സുവിശേഷം പറയുകയും എന്തെങ്കിലും പരിപാടിയോടുള്ള ബന്ധത്തിലൊക്കെ പലരെയും വിളിക്കുകയും സുവിശേഷം പറയുകയൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട്. 2 VBS നടത്തി. നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിലും ഈ കഴിഞ്ഞ മാസത്തിലും 2 പ്രാവശ്യം VBS നടത്തി. നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. 60-70 കുട്ടികളൊക്കെ ഇവിടെ വന്നു. പിന്നെ ഞങ്ങള് ഈ ക്രിസ്മസ് കഴിഞ്ഞ ഡിസംബർ മാസത്തില് അങ്ങനെ ഒരു പെരയ്ക്കകത്ത് വെച്ചായിരുന്നു, ഞങ്ങളുടെ വീടിനകത്തായിരുന്നു ഈ ആരാധന നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഡിസംബർ മാസത്തിൽ ഒരു ദൈവദാസൻ ഞങ്ങൾക്ക് അല്പം നന്മ തന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 65 വീട്ടുകാർക്ക് പലർക്ക് ഗ്രോസറി ഒരു കിറ്റ് ഞങ്ങൾ അന്ന് കൊടുത്തിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് വീടിന് ഫ്രണ്ടിൽ വെച്ച് വലിയൊരു മീറ്റിംഗ് ആയിട്ട് ക്രമീകരിച്ചു. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ സ്ട്രെസ് വർക്ക് കിടപ്പുണ്ട്. അവിടെ നമുക്കൊരു 100ഓളം പേർക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു സ്ട്രെസ് വർക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ മീറ്റിംഗ് നടത്തിയത്. അപ്പോൾ അവിടെ മൈക്കൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് ആ മീറ്റിംഗിന്റെ അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സഹോദരിയാണ് എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ നമുക്ക് ആണ്ടർ ദി മീറ്റിംഗ് തൊട്ട് നമുക്കിനി പുറത്തു വെച്ച് മീറ്റിംഗ് നടത്തിയാൽ മതി, അങ്ങനെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ആ കഷ്ടതയുടെ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആ ഷെഡ് പൊളിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന സ്ട്രെസ് വർക്ക് മറച്ച് ഏകദേശം 100 പേർക്ക് വലിയ ഒരു 70-80 പേർക്ക് അനായാസന് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഹാളായിട്ട് ദൈവം ഇത് ക്രമീകരിച്ചിട്ട് ഇപ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ ഞങ്ങൾ ആണ്ടർ ദി ഓൺ തൊട്ട് ഞങ്ങൾ ഇവിടെ ആണ് ആരാധന നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തന്നെയും ഈ കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ 2 മീറ്റിങ്ങുകൾക്കും ആഹാരമൊക്കെ കൊടുത്ത് വിടുവാനുള്ളൊരു അങ്ങനെ അതിനൊക്കെ ഉള്ള ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവം നടത്തുന്നു. ഇതൊന്നും ഞങ്ങൾ മാനുഷികമായ കഴിവുകൾ ചെയ്യുന്നതല്ല, ഇതെല്ലാം സമയാസമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരുന്നതാണ്. അപ്പൊ എന്റെ പാരമ്പര്യം വെച്ചോ എന്റെ പഴയകാല രീതികളൊക്കെ വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഇപ്പോൾ ഇതേപോലെ ഇതേപോലെ ദൈവമക്കളുടെ ഒരു സദസ്സിൽ വന്ന് നിൽക്കുവാനോ ദൈവമക്കളോട് എന്തെങ്കിലും സംസാരിക്കുവാനോ യോഗ്യത ഉണ്ടായിരുന്നൊരു മനുഷ്യനല്ല. ഒരു കാലത്ത് മദ്യപാനിയായിരുന്നു, എല്ലാവിധമായ മോശ സ്വഭാവങ്ങളും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ എനിക്ക് കർത്താവിനെ അറിഞ്ഞ് തന്നെ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതം എല്ലാം കർത്താവിന് വിധേയപ്പെട്ട് വരുന്നത്. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്രമീകരിക്കുവാൻ എനിക്ക് സാധിച്ചത്. അതൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായെന്ന് പറഞ്ഞാൽ ഇന്നും ഈ ദേശത്ത് എനിക്കുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഒരു മനുഷ്യനെ ദൈവം ഇത്രത്തോളം മാറ്റുമെന്ന് അവർക്ക് ബോധ്യം വന്നത് എൻ്റെ ഒരു ജീവിതത്തിലാണ്. ഞാൻ നിരന്തരമായിട്ട് ഒരു ദിവസങ്ങളിൽ നാട്ടിലുണ്ടെങ്കിൽ 2000
1500 2000 രൂപയ്ക്കൊക്കെ ഒരു ദിവസം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു ദിവസം 15-20 പാൻ ചവയ്ക്കുന്ന വ്യക്തിയായിരുന്നു. മറ്റുള്ള ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മോശ സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്ക് ഏത് മനുഷ്യന്റെ മുമ്പിലും ചെന്ന് നിന്ന് അവനോട് ഒരു ഉപദേശിക്കുവാനുള്ള പ്രാഗൽഭ്യം സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്. അതായത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പല വീടുകളിലും മദ്യപാനികൾക്ക് വേണ്ടിയിട്ട് മറ്റ് പലവിധമായ അഡിക്ഷനുകളുള്ളവരോടൊക്കെ ഞങ്ങൾ പോയി സുവിശേഷം പറയുകയും അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് വരികയും പലരും മാനസാന്തരത്തിലേക്ക് മദ്യപാനം നിർത്തിയവരൊക്കെ ഒരുപാട് പേര് ഈ പ്രദേശങ്ങളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഞങ്ങൾ ഈ താമസിക്കുന്ന പ്രദേശം, ഈ പ്രവർത്തിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ജാതീയ കോട്ടകളാണ്. ദൈവത്തിന് സ്തോത്രം. ജാതീയ മണ്ഡലങ്ങളാണ്. ഞാൻ വളരെ അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ പ്രദേശത്തെ കുറിച്ച് അടുത്തറിയാവുന്നവർക്കൊക്കെ അതിന്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു ഹിന്ദു മുസ്ലിം മെജോറിറ്റി ഏരിയയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഒരുപാട് ദേശങ്ങളിലിരുന്ന് ഒരുപാട് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇത്രത്തോളം ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് അനുവദിക്കുന്നത്. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകണം. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ സാക്ഷ്യം. എത്ര പറഞ്ഞാലും തീരത്തില്ല. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ അല്ലേ, എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് അല്ല ഒന്ന് ഒതുക്കി ഒന്ന് പറഞ്ഞു. ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ മനസ്സിലാകും. കാരണം ഒറ്റയ്ക്ക് ഇറങ്ങിയ അവസ്ഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുവില് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഓരോ സെക്കൻഡിലും കർത്താവ് നമ്മളോട് പറയുന്ന വാഗ്ദത്തം അല്ലെ, ലോകക്കാര് പറയുന്ന വാഗ്ദത്തങ്ങളൊക്കെ മാറിപ്പോയാലും കർത്താവ് പറയുന്ന വാഗ്ദത്തത്തിന് ഒരു മാറ്റവുമില്ല. കൊറോണയുടെ സമയത്ത് ദൈവം സൂക്ഷിച്ചതും പിന്നീട് പല ബിസിനസ്സുകൾ ചെയ്തതും ഞാൻ ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്തെല്ലാം ഓരോ സാഹചര്യത്തിൽ നമുക്ക് നിലനിൽക്കണം. ആ നിലനിൽക്കേണ്ടതിനുള്ള ദൈവകൃപ കർത്താവ് അവിടെ പ്രദാനം ചെയ്തു. ഇതാണ് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്നുള്ളത്. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അടിപതറി പോകാം, എന്നാൽ കർത്താവിനെ കണ്ടെത്തിയ ഞാന് കേട്ടപ്പോ മനസ്സിലാക്കിയത് ഒരു കച്ചിത്തുരുമ്പ് പോലെ ഒരു പിടിവള്ളിയാ കിട്ടിയത്. കച്ചിത്തുരുമ്പ് പോലെ കിട്ടിയ പിടിവള്ളി അങ്ങ് മുറുകെ പിടിച്ചു. ആമേൻ. ആ പിടിവള്ളി കർത്താവിന്റെ കരമായിരുന്നു. ആമേൻ. കർത്താവും വിട്ടില്ല. ആമേൻ. കർത്തദാസനും കുടുംബവും വിട്ടില്ല. ആമേൻ. ഇതുവരെയും ആ കരത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവം നിർത്തിയല്ലോ ഇത്രത്തോളം. ആമേൻ. ദൈവ കൃപയിലായി ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു വേലയ്ക്കൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ദൈവം നിർത്തിയല്ല. ഞാനും ഒറ്റയ്ക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഞാനും എൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് തുലനം ചെയ്ത് നോക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിക്കും മുന്നേ ഇറങ്ങിയതാണ്. ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി എതിർപ്പുകൾ, ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഭവനത്തിൽ നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും കർത്താവിന്റെ വചനം പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ എനിക്ക് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ പറയേണ്ടത് എന്താണെന്ന് അറിയത്തില്ല. ഹൃദയം അങ്ങ് നിറഞ്ഞു തുളുമ്പുമായിരുന്നു സന്തോഷം കൊണ്ട്. കാരണം നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം അതെ ഓരോ സെക്കൻഡിലും തന്റെ മക്കളോട് നിവർത്തിക്കുന്നത് അല്ലെ. എത്രയോ പേരെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നു അവർക്ക് വേണ്ടിയൊക്കെ. അപ്പൊ ഞാൻ ചിന്തിക്കുക, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ കഴിവുള്ള കർത്താവ്, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇന്ന് റോമാലേഖനം പഠിച്ചപ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ കർത്താവിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാതെ ജനം ഇഴജാതിയും പക്ഷിയും മൃഗങ്ങളും
ഒക്കെ ആയിട്ട് തുല്യമാക്കി അവരുടെ ചീർത്ത ബുദ്ധി, അവരുടെ മാനുഷ്യ സഹജമായ ബുദ്ധി ദൈവത്തിങ്കലെ നിന്ന് അകറ്റിയിട്ട് അവരുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ച അനുഭവം. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഒക്കൂ. അപ്പോൾ രണ്ട് വേദനകൾ, രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുവാൻ സ്വന്തം അനുഭവം കർത്താവ് ഇടയാക്കി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളുടെ വേലകളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദിവസവും 3:30 തൊട്ട് പ്രെയർ ലൈൻ ഉണ്ട്, തിങ്കൾ തൊട്ട് വെള്ളി വരെയും. ഇങ്ങനെ ഉള്ള കർത്തദാസന്മാരെയും കുടുംബങ്ങളെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. കാരണം ഒരു പൈനിയർ വർക്ക് എന്ന് പറയുന്നതും അതും എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളും എവിടെയും ചെയ്യുന്നത് ഒരു പൈനിയർ വർക്കാണ് ഞങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെയും കർത്താവ് 10-27 വർഷം കർത്തൃവേലയിൽ ഞങ്ങൾ രണ്ടും ഒറ്റയ്ക്ക് വീടുകളിൽ നിന്ന് ഇറങ്ങിയവരാണ്. കർത്താവ് നിർത്തി. പാസ്റ്റർ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും ഞാനും കർത്താവ് നൽകിയ മിറക്കിളുകൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഉള്ള ജോലിയും കൂലിയും എല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി. അപ്പോ ഏകദേശം നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെ വരും. എങ്കിലും കർത്താവ് നടത്തിയ വിധം ഓർത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുക, ഇത് അനേകരുടെ ഹൃദയത്തെ തുറക്കുന്ന, അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ കാരണമാകട്ടെ. ഇന്ന് ശങ്കിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാല് ഈ കാലത്ത് ദൈവം നടത്തുമോ? ഞാൻ പറയാം, 2000 കാലഘട്ടത്തിലൊക്കെ നമ്മളും ഒരു നേരത്തെ ഫുഡിന് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയും ആരുടെയും മുന്നിൽ കരം നീട്ടാതെ കർത്താവ് നടത്തിയ വിധമൊക്കെ ഓർത്തപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറയട്ടെ, കർത്താവിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, ഈ അനുഭവങ്ങളൊക്കെ പച്ചയായ സത്യങ്ങളാണ്. ഇത് വെറുതെ കെട്ടുകഥയായിട്ടോ ഒന്ന് നിരൂപിച്ചെടുത്തോ ഒന്നും ഉണ്ടാക്കി പറയുന്നതല്ല. ജീവിതത്തിൽ അനുഭവിച്ച അനുഭവമാണ്. ഇവിടെ എവിടെയും ദൈവം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് മാറാത്ത കർത്താവിന്റെ വാഗ്ദത്ത നിവർത്തിയാണ്. ഇന്നുവരെയും കർത്തദാസനെ നടത്തി. വാക്ക് പറഞ്ഞ അപ്പൻ പറഞ്ഞ് പുതിയ ബൈക്ക് എടുത്തോളാൻ. പക്ഷെ ബൈക്കും അല്ല കർത്താവ് കൊടുത്തത്, അതിലും കൂടിയത് കർത്താവ് കൊടുത്തു, അല്ലേ? ഓടിപ്പോയി ഒരു ബുള്ളറ്റൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അത്രയൊക്കെ വേണോ എന്ന് പോലും ചോദിക്കത്തക്ക നിലവാരത്തിൽ, അല്ലെ? മനുഷ്യൻ നോക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലായ്മയിലും. പക്ഷെ ഇതാണ് ദൈവം, ഇതാണ് ദൈവത്തെ. ഭൗതികമല്ല ഞാൻ പറയുന്നത്. ആത്മീയത്തിൽ ഒട്ടും കുറയാതെ നിൽക്കുന്നവർക്ക് ഭൗതികത്തിൽ ഒരു കുറവും വരുത്തത്തില്ല. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പോസ്തലനായ പൗലോസിനെ ഫിലിപ്പി വിശ്വാസികൾ തങ്ങളുടെ ഞെരുക്കത്തിലാണ് സഹായിച്ചത്. അപ്പം പൗലോസ് പറയുന്നുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. ആ ജനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വണ്ണം കർത്തദാസനെ സഹായിപ്പാനും അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പാനും ഒക്കെ ആ ജനത്തെ സഹായിച്ചെങ്കിൽ, ഇന്ന് ഈ രാത്രി വേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥയോടെ പറയട്ടെ, ആരെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് മടുത്തുപോയി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇറങ്ങിയവർ, അല്ലാത്തവര് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത്. ആകയാൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ പുറകോട്ട് പോയി കാണുമായിരിക്കാം. എന്നാൽ അനുഭവ സാക്ഷികളാണ് നിങ്ങളുടെ മുൻപിൽ അനുനിമിഷവും കടന്നു വരുന്ന. ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഞാൻ പറയട്ടെ, ഒന്നിനുമേൽ ഒന്ന് മെച്ചപ്പെട്ട അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ സാക്ഷ്യം കേട്ട് നിരാശയായിരിക്കുന്നവരുണ്ടെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർ, അല്ല എന്റെ ജീവിതം മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് ഞങ്ങൾ ആത്മാർത്ഥയോടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. പക്ഷെ പ്രതികൂലം വരും കേട്ടോ. ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ. പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. എങ്കിലും പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന് മുഖത്തേക്ക് നോക്കണം. എനിക്ക് ആ വാക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കർത്തദാസൻ പറഞ്ഞു, ഒരു കച്ചിത്തുരുമ്പോലൊരു പിടിവള്ളി കിട്ടി. ആ കുവൈറ്റിൽ വെച്ച് ആ പിടിവള്ളി കർത്താവ് കൊടുത്തെങ്കിൽ പിന്നീട് തന്റെ ജനമായ ഇസ്രയേലിനെ പലയിടങ്ങളിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടുവന്ന് അവരോട് കൂടെ ഇരുന്ന് അവരെ എത്തിക്കേണ്ടിയിടത്ത് എത്തിച്ചതുപോലെ കർത്തദാസിനെ ഇപ്പൊ ആക്കി വെക്കേണ്ട സ്ഥാനത്ത് കർത്താവ് ആക്കി വെച്ചിരിക്കുക. തുടർന്ന് കർത്താവിന് വലിയവ ചെയ്യുവാനുണ്ട്. ഇനിയും കർത്താവ് വലിയവ ചെയ്യും. കുടുംബമായി നിങ്ങളെ കൊണ്ട് വലിയവ ചെയ്യിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, കർത്തദാസിനെ കുടുംബത്തെ നമുക്ക് ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹിതമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ദൈവം നടത്തുന്ന വിധങ്ങളെ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല കർത്താവേ. അത്രമാത്രം ഞങ്ങളെ നടത്തുന്നു. ആത്മീയമായിട്ട്, ഭൗതികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് കർത്താവേ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ മുൻപാകെ ഞങ്ങളെ ഉയർത്തുന്ന ദൈവം, മാനിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം ആരെന്നും ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അഭിഷിക്തത്തിന് വേണ്ടി സ്തോത്രം, ദാസിക്ക് വേണ്ടി സ്തോത്രം, കുഞ്ഞുങ്ങളെ ഇരുവർക്കുമായിട്ട് സ്തോത്രം. ദൈവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ കൃപയും ബലവും പിന്നെയും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്തിരിപ്പിക്കുവാൻ കർത്താവെ അനേകര് ശ്രമിച്ചെങ്കിലും അതിന്റെ നടുവിലും കർത്താവെ അങ്ങാണ് വിളിച്ചതെന്നുള്ള ആ ഉറപ്പിൻ മൂലം തന്റെ ദാസന് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. വിളി കേട്ടിറങ്ങി അനേകര് കർത്താവെ പുറകോട്ട് പോയി. ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾക്ക് നിന്നതല്ല, ഞങ്ങളെ നിർത്തിയതാ. കർത്താവ് ഇതുവരെയും അവിടുത്തെ കരുണയിൽ നിൽപ്പാൻ കൃപ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചതുവരെ അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നല്ലോ. നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ ഈ രാത്രി വേളയെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവേ ഇത് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ദൈവസന്നിധിയോട് ഒരു പടി കൂടി അടുക്കുന്നതിന് കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസന് ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മീയ മേഖലകളെ കർത്താവ് അനുഗ്രഹിച്ച് അവിടുത്തെ വയലിൽ പിന്നെയും ബലപ്പെടുവാൻ, വേല ചെയ്യുവാൻ ശക്തീകരിച്ചാട്ടെ, കുടുംബമായി ആദരിച്ചാട്ടെ. കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മുഖത്തോട് നിർത്താട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് പിന്നെയും വേലകളെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.